എന്താ ഉറക്കം കുറച്ച് അധിക സമയം രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ നേരെ പുറത്തെ കിച്ചണിക്ക് അവരെ വിട്ടു. വീടിൻ്റെ പുറത്ത് നമ്മൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുഞ്ഞുസേന്ന് വിളിച്ചപ്പോൾ അതാ ഒരാളിൻ്റെ അടുത്ത് ഓടി വന്നിരിക്കുന്നുണ്ട്. എനിക്കും ഭക്ഷണം താഴെന്ന് പറഞ്ഞു. ഇത് ഇരിക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുന്നത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുട്ട ഇപ്പോൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ നടക്കില്ല മോളെ, അവൾക്ക് ആകെ ഞാനൊരു മുട്ടയെ കൊടുക്കുള്ളൂ. അത് ഇപ്പോഴല്ല കൊടുക്കുക, കുറച്ച് ലേറ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. കുഞ്ഞുസാണെങ്കിൽ അവരകത്ത് കണ്ടിട്ട് അവരെ നോക്കണം, മുട്ടയ്ക്കൊന്നുമല്ല കേട്ടോ. മേട്ടാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഫുഡ് തരുമോ എന്നുള്ള രീതിയിലായിട്ട് ഇരിക്കണത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം മേട്ടനെയും കുഞ്ഞുസിനെ അങ്ങോട്ട് കൂട്ടിലാക്കി കേട്ടോ. എന്നാൽ ഇവരെ പുറത്ത് വിടാൻ പറ്റുള്ളൂ. ഇവരെ പുറത്ത് വിട്ടാൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്തുള്ളൂ കേട്ടോ. പിന്നെ നേരെ രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിലിട്ടു. ഇപ്പോൾ കൂട്ടിലാക്കിയപ്പോൾ പുതിയ കൂട്ടിൽ ശങ്കരനെ ആക്കി, മറ്റോടത്ത് ശങ്കരീനെ ആക്കി കേട്ടോ. ശങ്കരിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടലൊന്നും വിട്ടിട്ടില്ലായിരുന്നു. ശങ്കരനെ ആദ്യം ഇറങ്ങി, പിന്നാലെ ശങ്കരി ഇറങ്ങി കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇന്നലെ ഡിഷ് വാഷർ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഞാൻ കഴുകിയ വരെ ഇത്രയും വൃത്തിയിൽ കഴുകണം എന്നില്ല. അടുക്കളയിൽ എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പാത്രം കഴുകൽ തന്നെ കേട്ടോ. കാരണം ഞാൻ പാത്രം കഴുകുമ്പോൾ എന്നെ തന്നെ ഞാൻ കഴുകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഷ് വാഷർ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. ഇനി ഇത് വാങ്ങണോ എന്ന് ആലോചിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഒന്നും നോക്കണം, നേരെ പോയി വാങ്ങിച്ചോളൂ കേട്ടോ.